ശ്രീ പ്രഫുൽ കൃഷ്ണ, മിനിറ്റുകൾക്ക് മുൻപ് വന്ന ഒരു വാർത്താ അപ്ഡേറ്റ് നോക്കുകയായിരുന്നു. ജാർഖണ്ഡ് ഗവർണർ CP രാധാകൃഷ്ണന്റെ പ്രസ്താവനയാണ്. ഒരു ക്രൈസ്തവ ആരാധനയ്ക്കിടെ ബോംബ് വെച്ചു എന്നത് വിശ്വാസയോഗ്യമല്ല എന്നാണ് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. പിന്നിൽ പ്രവർത്തിച്ചവരെ കേരള സർക്കാർ ഉടൻ കണ്ടെത്തണം. ഭീകരവാദികളെ സംരക്ഷിക്കുന്ന സർക്കാരാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ളത് എന്നും ഒരു ഗവർണർ, ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു ഗവർണർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു. എന്താണ് BJPയുടെ പ്രശ്നം? ഷാനി, ഈ ചർച്ചകളുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ട്വീറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഭയങ്കരം തന്നെ. അദ്ദേഹം ആദ്യമായി ഇട്ട ട്വീറ്റ് ഞാനൊന്ന് വായിക്കാം. പ്രൈസ് ഓഫ് അപ്പീസ്മെന്റ് പൊളിറ്റിക്സ് ഓഫ് കോൺഗ്രസ് ആൻഡ് CPM will always be born by innocent of all communities. That is what history has taught us. Brazen appeasement politics, shameless even by Congress, CPM, UPA, INDI alliance standards to invite terrorist Hamas to spread hate and call for jihad in Kerala. This is height of irresponsible madness politics enough. You can't keep snakes in your backyard and expect them only to bite your neighbors. You know eventually those snakes are going to turn on whoever hires them in the backyard. നിങ്ങൾ വളർത്തുന്ന വിഷമുള്ള പാമ്പുകൾ അത് നിങ്ങളുടെ അയൽക്കാരനെ കടിക്കുമെന്ന് വിചാരിച്ചാണ് നിങ്ങൾ വളർത്തുന്നത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അത് നിങ്ങളെയും ആക്രമിക്കും. ഇതൊരു മുന്നറിയിപ്പാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുന്നറിയിപ്പ് കൊടുത്തത്? ഈ മുന്നറിയിപ്പ് കൊടുത്തത് മലപ്പുറത്തും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും സോളിഡാരിറ്റി ഉൾപ്പെടെയുള്ള സംഘടനകൾ പാലസ്തീൻ ഐക്യദാർഢ്യം എന്നുള്ള പേരിൽ നടത്തിയ പരിപാടികളിൽ ഹമാസിന്റെ ഖാലിദ് മിഷലിനെ പോലുള്ള കൊടും തീവ്രവാദികൾ വന്ന് പ്രസംഗിക്കുന്നു. സോളിഡാരിറ്റി നടത്തിയ പരിപാടി അത് ജമായത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയാണ്. അതുകൊണ്ട് അവരുടെ പരിപാടിക്ക് നിയന്ത്രണമൊന്നും ഏർപ്പെടുത്താൻ പറ്റില്ല എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. നോക്കൂ, ആ സോളിഡാരിറ്റി എന്ന് പറയുന്ന സംഘടനയുടെ ടാഗ് ലൈൻ എന്തായിരുന്നു ഷാനി? ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒറ്റ കാര്യം ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കട്ടെ. കളമശ്ശേരിയിലെ സ്ഫോടനമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. താങ്കൾ ഇപ്പോൾ പറയുന്ന ഹമാസിനും ഈ മലപ്പുറത്ത് നടന്ന പരിപാടിക്കും കളമശ്ശേരിയിലെ സ്ഫോടനത്തിന് എന്ത് ബന്ധമുണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞു സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? പറഞ്ഞുകൊണ്ടുവരുന്നത് അത് തന്നെയല്ലേ. രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവനകൾ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ BJP നേതാക്കളുടെ ഇത്തരത്തിലുള്ള ഹമാസിനെതിരായിട്ടുള്ള പ്രസ്താവനകൾ അതൊക്കെ കണക്ട് ചെയ്തുകൊണ്ടാണല്ലോ ഷാനി ഇത് പറയുന്നത്. നോക്കൂ, ഇവിടെ ഹിന്ദുത്വ, അപ്രൂട്ട് ബുൾഡോസർ ഹിന്ദുത്വ, ഇതായിരുന്നു ആ സോളിഡാരിറ്റി പരിപാടിയുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. ഈ പരിപാടിയിൽ പ്രസംഗിക്കുന്നത് കൊടും ഭീകരനായിട്ടുള്ള ഖാലിദ് മിഷൽ. അപ്പോ ഇത്തരത്തിലുള്ള തീവ്രവാദികളെ കേരളത്തിലേക്ക് പരിപാടികൾക്ക് അവിടെ പ്രസംഗങ്ങൾ കേൾപ്പിക്കുന്ന സാഹചര്യമുണ്ടായാൽ കേരളത്തിൽ ഇതിലും വലിയത് സംഭവിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പറഞ്ഞത്. അതിലെന്താ തെറ്റുള്ളത്? അന്ന് ചോദിക്കുന്നുണ്ടല്ലോ കേരളത്തെ തകർക്കേണ്ടത് ആർക്കാണ്? ഹമാസിന്റെ പരിപാടിയും കളമശ്ശേരിയിലെ സ്ഫോടനവും തമ്മിൽ എന്തടിസ്ഥാനത്തിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേന്ദ്രമന്ത്രി ബന്ധപ്പെടുത്തി? എന്തടിസ്ഥാനത്തിൽ? അടിസ്ഥാനം കൃത്യമായിട്ട് പറയാം. അടിസ്ഥാനമില്ല എന്നുള്ള വിധി തീർപ്പിലേക്ക് ഷാനിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ, അല്ലെങ്കിൽ CPM-ഉം കോൺഗ്രസും ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഒരു മണിക്കൂറുകൾ കൊണ്ട് നിങ്ങൾ നിഗമനത്തിലെത്തിയോ ഇത് ഒറ്റയ്ക്ക് നടത്തിയ ആക്രമണമാണ് എന്ന്? ഇതിന്റെ മാനങ്ങൾ എന്തൊക്കെയാ ഷാനി? ഇന്നലെ രാവിലെ മുതൽ നടുങ്ങുകയും നമുക്ക് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ലാത്തൊരു സാഹചര്യത്തെ അതിജീവിക്കുകയും ചെയ്ത് അതിന്റെ ആഘാതത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരു ഉറപ്പുമില്ലാത്ത ഒരു കാര്യവും ഈ സമയത്ത് സംസാരിക്കുന്നത് ഉത്തരവാദിത്തമായിരിക്കില്ല എന്ന് താങ്കൾക്കറിയാം. താങ്കൾ ഉത്തരവാദിത്തപ്പെട്ട രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ ഇപ്പോൾ ഈ കളമശ്ശേരി സ്ഫോടനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഹമാസിന്റെ മലപ്പുറം പരിപാടി ഇതിലേക്ക് വലിച്ചിഴക്കുന്നത്? താങ്കളുടെ നേതാവ് അത് ചെയ്തത് എന്തിനാണ്? ഇപ്പോൾ താങ്കൾ അത് ആവർത്തിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? തീർച്ചയായിട്ടും ഷാനി, ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുന്നതിന് പിന്നിൽ സംസ്ഥാന സർക്കാരിന്റെ തീവ്രവാദത്തോടുള്ള മൃദു സമീപനമുണ്ട്. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കി.
നിങ്ങൾക്കത് മനസ്സിലാക്കും. ഇല്ല, നിങ്ങൾ നോക്ക്, താങ്കൾ ഞാൻ ഈ പറയട്ടെ, വിഷയവുമായി ഷാനിയുടെ ബന്ധപ്പെട്ട് ചോദ്യം എനിക്ക് മനസ്സിലായി. ഷാനിയുടെ ചോദ്യം കളമശ്ശേരി അത് തന്നെയാണ് പറയുന്നത്. ഇത്തരം ഇതിന് പിന്നിൽ സംഭവങ്ങൾ ആവർത്തിക്കുന്നുവെന്ന് താങ്കൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഇത്തരം ഏത് സംഭവമാണ് ഞാൻ പറയാന്നേ എനിക്ക് ഷാനിയുടെ ചോദ്യം അസലായിട്ട് മനസ്സിലായി. ഞാൻ മലയാളം എനിക്ക് അസലായിട്ട് അറിയുന്നതാ. എന്നിട്ട് കളമശ്ശേരി ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ അടിമുടി ദുരൂഹത തന്നെയാണ് ഷാനി. നിങ്ങൾക്ക് എന്തിനാണ് അത് ഒരാളിൽ ഒതുക്കാനുള്ള വ്യഗ്രത നിങ്ങൾ എന്തിനാ കാണിക്കുന്നത്? ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംശയം, ഏത് സാമാന്യ ഒരു സാധാരണക്കാരനും ഉള്ളൊരു സംശയം, ഇത് ഒറ്റയ്ക്കൊരാൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാ. നോക്കട്ടെ, അത് യൂട്യൂബ് കണ്ട് പഠിച്ചു ഒക്കെ സമ്മതിക്കാം. നിങ്ങൾക്ക് ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഫേസ്ബുക്കിൽ ലൈവ് വീഡിയോ വന്നല്ലോ, ഷാനി ഉൾപ്പെടെ നിങ്ങളെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചല്ലോ. ആ ഡൊമിനിക് മാർട്ടിന്റെ മ്യൂച്വൽ ഫ്രണ്ട്സ്, ഷാനി, അത് കുറച്ച് ആളുകൾ അത് കണ്ട സമയത്ത് പോലീസോ അത് ഡീആക്ടിവേറ്റ് ചെയ്യുന്ന മുമ്പ് കുറച്ച് സ്ക്രീൻഷോട്ടുകൾ ഉണ്ടായിരുന്നു. അതിന്റെ മ്യൂച്വൽ ഫ്രണ്ട്സ് ആരാന്നറിയോ ഷാനിക്ക്? ആ മ്യൂച്വൽ ഫ്രണ്ട്സിന്റെ എല്ലാവരുടെയും പ്രൊഫൈലുകൾ പരിശോധിച്ചാൽ സാക്കിർ നായിക്കിന്റെ പ്രസംഗങ്ങൾ, വിഷം ചീറ്റുന്ന പ്രസംഗങ്ങൾ മാത്രം ഷെയർ ചെയ്തിരിക്കുന്ന നൂറുകണക്കിന് ഫ്രണ്ട്സ് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അതിലുള്ള പേരുകാർ, അഫ്ഗാനുകാർ, പാകിസ്ഥാൻകാർ, തീവ്രവാദ ബന്ധം എന്ന് സംശയിക്കപ്പെടുന്ന ആളുകൾ, ആ പേരുകളൊക്കെ ഉണ്ട്. ഞാൻ ഷാനിക്ക് വേണമെങ്കിൽ അയച്ചു തരാം. അഫ്സൽ ഖാൻ, ആസിഫ്, മുസ്താഖ്, കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പേരുകളല്ല, പല പേരുകളും ഇതാ എന്റെ കയ്യിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണേൽ അയച്ചു തരാം. കേരള പോലീസ് ഉണ്ടാവുമല്ലോ, കയ്യിൽ ഉണ്ടാവുമല്ലോ. പിന്നെ മാത്രമല്ല, സാക്കിർ നായിക്കിന്റെ പ്രഭാഷണങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നു. അപ്പോ ഈ വ്യക്തി ഗൾഫിൽ നിന്ന് 2 മാസം മുമ്പ് വന്നു എന്ന് പറയുന്നത്, എന്താണ് ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്? അവിടെ ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്? ഇതിന് പിന്നിൽ തീവ്രവാദ ശക്തികളുണ്ടോ? ഇതൊക്കെ പരിശോധിക്കണ്ടേ? ഇതൊക്കെ പരിശോധിക്കുന്നതിന് മുമ്പ് അങ്ങ് ഒത്തുതീർപ്പിലെത്തുകയാ. പിന്നെ ഒരു കാര്യം, ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സറണ്ടർ ചെയ്തിട്ട് എല്ലാ തെളിവുകളും ചോദിക്കാനുള്ളത് പരിശോധിക്കുകയല്ലേ? നിങ്ങളുടെ ഏജൻസിയും പരിശോധിക്കുന്നില്ലേ? എന്തിനാണ് ഇത്ര തിടുക്കം? എന്തിനാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ നടത്തുന്നത്? നിങ്ങളുടെ കേന്ദ്ര ഏജൻസി കണ്ടുപിടിച്ചോ ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും ബന്ധമുണ്ടെന്ന്? ക്ലീൻ ചിറ്റ് ആര് കൊടുത്തു ശ്രീ പ്രഭുകൃഷ്ണ? എന്താണ് ഇത്തരം സാഹചര്യത്തിൽ ഒരു സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യർ ചെയ്യേണ്ടത്? നമുക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യവും പ്രചരിപ്പിക്കാതിരിക്കുക, അതല്ലേ? നിങ്ങൾ എന്തിനാണ് തിടുക്കം? നിങ്ങളുടെ കേന്ദ്ര ഏജൻസികളില്ലേ ഇവിടെ? അവരന്വേഷിക്കുന്നില്ലേ? എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലല്ല. എന്റെ പ്രശ്നം ഞാൻ പറയാം, കൃത്യമായിട്ട് പറയാം. എന്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ വാതോരാതെ കേസെടുക്കണമെന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ടല്ലോ, ഇല്ലേ? ആ കേസെടുക്കാൻ എന്താ ഹമാസ് തീവ്രവാദിയുടെ പ്രസംഗം അത് കേരളത്തിൽ കേൾപ്പിച്ചു, സോളിഡാരിറ്റിക്കാരനെതിരെ കേസെടുക്കണമെന്ന് പറയാനുള്ള ആർജവം എന്താ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ഇല്ലാത്തത്? എന്തുകൊണ്ട്? അതൊന്നും പ്രശ്നമില്ലല്ലോ. ഇവിടെ ഇത്തരം കാര്യങ്ങൾ തീവ്രവാദത്തെ കുറിച്ച് പറയുമ്പോ ഞങ്ങൾ മതത്തിന്റെ പേര് പറഞ്ഞിട്ടാണോ ഞങ്ങൾ തീവ്രവാദി എന്ന് പറയുന്നത്? തീവ്രവാദി എന്ന് പറയുമ്പോൾ അവരിപ്പോൾ ഏറ്റവും പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷിക്കുന്ന ഒരു കേസിൽ നിങ്ങൾ എന്തിനാണ് ദുരൂഹത പരത്തുന്നത്? നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ദുരൂഹമായ സംശയങ്ങൾ പരത്തുന്നത്? ഒരു മൂന്നാംകട ഗുണ്ടയുടെ ചായയും പന്നിയുടെ രൂപമുള്ള അവൻ എന്റെ കൈ കിട്ടി ചവിട്ടിരിച്ച് ചമ്മന്തിയൊക്കെ അല്ലല്ല. കേന്ദ്ര അന്വേഷണ ഏജൻസി പറഞ്ഞോ? കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് അങ്ങനെ വിവരങ്ങൾ കിട്ടിയോ? പ്രഫുൽകൃഷ്ണ, കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയോ? അതൊന്നും എനിക്കറിയാൻ മേല. ഷാനി, നിങ്ങൾ ആരെങ്കിലും ഈ ഭീകരവാദ കേസുകളിൽ അന്വേഷണം ഏൽപ്പിച്ചിട്ടുണ്ടോ? കൃത്യമായിട്ട് അന്വേഷിക്കും. ഈ അല്ല, ആരും ഏൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഷാനി. ഇവിടെ കേരള പോലീസ് അന്വേഷിച്ചാൽ അത് ഏടെ എത്തുമെന്ന് ഞങ്ങൾക്ക് അസലായിട്ട് അറിയാം. ഇവിടെ എലത്തൂർ ട്രെയിൻ തീവച്ച കേസ് അത് അന്വേഷിക്കാൻ പോയ കേരള പോലീസ് ഏതോ ഒരു പ്രൈവറ്റ് കേസിൽ ഏതോ പ്രൈവറ്റ് കാറിൽ പോയിട്ടാണ് ആ പ്രതിയെ കണ്ണൂരിൽ ഇറക്കി വിട്ടത്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. ഞാൻ പറയട്ടെ ഷാനി, ഇവിടെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടല്ലേ ശ്രീ പ്രഭുകൃഷ്ണ, നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. മനുഷ്യരെ അനാവശ്യമായ ആശങ്കകളിലേക്കും സംശയങ്ങളിലേക്കും കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിച്ചുകൊണ്ടിരിക്കെ നിങ്ങൾ എന്തിനാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്? എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് മനുഷ്യരോട് എന്താണ് പ്രശ്നം? കാത്തിരുന്നൂടെ? നിങ്ങൾക്ക് നിങ്ങളുടെ ഏജൻസിയും കൂടിയല്ലേ അന്വേഷിക്കുന്നത്? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? നിങ്ങൾക്ക് മനുഷ്യരോട് പ്രശ്നമില്ല.
ഷാനി നിങ്ങൾക്ക് എന്നെ പറയാനോ നിങ്ങൾക്ക് നിങ്ങളുടെ അന്വേഷണ ഏജൻസിയിൽ വിശ്വാസമില്ലേ ശ്രീ പ്രഫുൽകൃഷ്ണ? ഏത് മനുഷ്യരും ഇപ്പോൾ പുലർത്തേണ്ട ഉത്തരവാദിത്തം താങ്കളും പുലർത്തിയേ കഴിയൂ. കാരണം താങ്കളെ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നതും ജനങ്ങൾക്ക് മുൻപിൽ സംസാരിക്കാൻ താങ്കളോട് ആവശ്യപ്പെടുന്നതും ഞാനാണ് എന്ന ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഉറപ്പില്ലാത്ത അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഉന്നയിച്ച് ഒരു തരത്തിലും ഇതുപോലെ സാഹചര്യത്തിൽ സംസാരിക്കരുത് എന്ന് ഞാൻ താങ്കളെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അതാണ്. നിങ്ങൾക്ക് രാജ്യത്തോടും സമൂഹത്തോടും സ്നേഹമുണ്ടെങ്കിൽ, അങ്ങനെ പറയാറുണ്ടല്ലോ എപ്പോഴും, അതുകൊണ്ടാണ് പറയുന്നത്, ഭിന്നിപ്പുണ്ടാക്കുന്ന അനാവശ്യമായ സംശയം ഉണ്ടാക്കുന്ന ഏതെങ്കിലും തരത്തിൽ ഒരടിസ്ഥാനവും ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങൾ ഈ ചർച്ചയിൽ ഉന്നയിക്കരുത് എന്ന് താങ്കളോട് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അത് ഈ രാജ്യത്തെ നിയമമാണ്. പോത്തിനോടാണോ വേദം ഓതുന്നത്? ഷാനി കഴിഞ്ഞോ? ഇനി ഞാൻ പറയുന്നത് കേക്ക്. ഷാനി, എന്താ പ്രശ്നമെന്നല്ലേ? പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് പ്രശ്നമുള്ളത് തീവ്രവാദത്തോടാണ്. ഞങ്ങൾക്ക് പ്രശ്നമുള്ളത് ഭീകരവാദികളോടാണ്. ആ ഭീകരവാദത്തോട്, തീവ്രവാദികളോട് ഞങ്ങൾ സന്ധി ചെയ്യില്ല. അതാണ് ഞങ്ങളുടെ പ്രശ്നം. നോക്ക്, ഇവിടെ അന്വേഷണ ഏജൻസികളെ കുറിച്ച് ചോദിച്ചല്ലോ. അന്വേഷണ ഏജൻസികൾ, കേരള പോലീസ് എന്ത് കുന്തവശാനി കണ്ടുപിടിച്ചിട്ടുള്ളത്? പനായിക്കുളം ഭീകരവാദികളെ ആ കേസ് അന്വേഷിച്ചതാരാ? ആ കേസ് പിടിച്ചതാരാ? ജബൽപൂർ പോലീസ് ആയിരുന്നില്ലേ? വാഗമൺ സിവി ക്യാമ്പ് കേരള പോലീസാണ് കണ്ടുപിടിച്ചത്. മധ്യപ്രദേശിൽ നിന്ന് പോലീസ് വന്നപ്പോഴാണ് ആ ക്യാമ്പിനെ പറ്റി സംസ്ഥാന സർക്കാർ അറിയുന്നത്. തടിയന്റെ ഇവിടെ നസീറിന്റെ കൂട്ടാളികളെ എങ്ങനെയാ NIA വന്നാ പിടിച്ചത്? കൈവട്ടുപേസ പ്രതികളെ ദേശീയ അന്വേഷണ ഏജൻസിയാണ് പിടിച്ചത്. അതുകൊണ്ട് അന്വേഷണമൊക്കെ നടക്കും. നിങ്ങൾ എന്ത് പാലൂട്ടി വളർത്തിയാലും, നിങ്ങളെന്ന് പറഞ്ഞ ഷാനിയല്ല, ഇവിടുത്തെ സംസ്ഥാന സർക്കാരോ ഇവിടുത്തെ കോൺഗ്രസോ നിങ്ങൾ എന്ത് സഹായം ഇവിടുത്തെ ഭീകരവാദികൾക്ക് ചെയ്തു കൊടുത്താലും, അവരെ പോരാളികളെന്ന് വിശേഷിപ്പിച്ചാലോ, ഹമാസിന്റെ തീവ്രവാദികളെ വിളിച്ചതും, ഷാനി നിങ്ങളൊരു മാധ്യമ പ്രവർത്തകയല്ലേ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പല്ലേ ഇസ്രയേലി മാധ്യമ പ്രവർത്തകയെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തിട്ട് ആ കുട്ടിയുടെ നഗ്ന ശരീരത്തെ തെരുവീതികളിലൂടെ മുഴുവൻ പ്രദർശിപ്പിച്ചത് ഈ ഹമാസിന്റെ തീവ്രവാദികൾ? ആ തീവ്രവാദി നേതാവാണ് കേരളത്തിൽ വന്ന് പ്രസംഗിച്ചത്. എന്ത് ഷാനിയുടെ ആത്മരോഷം എവിടെ പോയി? ഷാനിക്ക് എന്താണ് തിളക്കാത്തത്? ആ തീവ്രവാദിയാണ്, അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് ഇവർ കേൾപ്പിച്ചത്. എന്നോട് ഈ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ആ സോളിഡാരിറ്റിക്കാരോട് ചോദിക്കുക, മുഖ്യമന്ത്രിയോട് ചോദിക്കുക. നിങ്ങൾ പത്രപ്രവർത്തനം ഉണ്ടായിരുന്നല്ലോ. ഈ തീവ്രവാദ സംഘടനയെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ പ്രസംഗിപ്പിച്ചത് എന്ന്? അപ്പോ ഇതൊക്കെയാണ് ഷാനി ചോദിക്കേണ്ടത്. പിന്നെ സാധാരണക്കാരുടെ ഒരുപാട് സംശയം ഞാൻ പറഞ്ഞല്ലോ. ഇതുപോലുള്ള സമയത്ത് ചോദിക്കേണ്ടത് എന്നത് ഇവിടെയുള്ള മനുഷ്യർക്ക് നന്നായി അറിയാം ശ്രീ പ്രഫുൽകൃഷ്ണ. ഇന്നും സർവകക്ഷി യോഗത്തിൽ താങ്കളുടെ പാർട്ടി നേതാക്കൾ അടക്കം ഈ വിഷയത്തിൽ പങ്കെടുത്താണല്ലോ. നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രിയോട് സംസാരിച്ചതല്ലേ? അദ്ദേഹം പറഞ്ഞു ഇത് ഹമാസിന്റെ പ്രസംഗത്തിന്റെ പ്രത്യാഘാതമാണെന്ന്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ടോ? നിങ്ങളുടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് നിങ്ങളുടെ സർക്കാരിന്റെ നിലപാടാണോ? കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണോ? കേന്ദ്ര ആഭ്യന്തരമന്ത്രി അങ്ങനെ ഒരു വിവരം സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തിന് കൊടുത്തിട്ടുണ്ടോ? മനസ്സിലാക്കാത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല ശ്രീ പ്രഫുൽകൃഷ്ണ. നിങ്ങളുടെ രാഷ്ട്രീയ ഉദ്ദേശത്തിന് കൂട്ടു നിൽക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല ഇപ്പോൾ കേരളം. അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കണ്ട. അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. ഇവൻ ആളും ഉണ്ടെങ്കിലും തന്തക്ക് പറക്കാത്തവരാ. താങ്കൾ ഈ ചർച്ചയിൽ ഉടനീളം ഹമാസിന്റെ പ്രസംഗത്തെ ആവർത്തിച്ച് പറയും. ഹമാസിനെ ആര് ന്യായീകരിക്കുന്നു? ഹമാസിനെ ഈ വിഷയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ബന്ധം എന്താണെന്നാണ് ചോദ്യം. താങ്കൾ അത് പറയുമ്പോൾ താങ്കൾ ആ ഉത്തരവാദിത്തം കാണിക്കണം. കളമശ്ശേരി സ്ഫോടനത്തിൽ ഹമാസിന്റെ ഉത്തരവാദിത്തം എന്താണെന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കളമശ്ശേരിയും ചോദിച്ചാൽ ഉടനെ നിങ്ങൾക്കുള്ള ഉത്തരം ഹമാസ് 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 എന്ന് മാത്രമാണ്. എന്തടിസ്ഥാനത്തിൽ? ഞാൻ ചോദിച്ചോട്ടെ ഷാനി, ഇതേ കാര്യമല്ലേ നമ്മുടെ ഗോവിന്ദൻ മാഷ് MP ഗോവിന്ദൻ പറഞ്ഞത്? നിങ്ങളെന്താ CPMന്റെ പ്രതിനിധിയോട് ചോദിക്കാത്തത്? ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞത്? ഗോവിന്ദ മാഷ് പറഞ്ഞത് ഭീകര പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഈ സ്ഫോടനം നടന്നിട്ടുള്ളത്. കേരളത്തിൽ ഇസ്രായേൽ പാലസ്തീൻ ആ വിഷയം നടക്കുന്നു, അപ്പൊ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് സ്ഫോടനം നടന്നത്. CPMന്റെ നിലപാട് അതായിരുന്നില്ലേ? നിങ്ങൾ ഗോവിന്ദ മാഷോട് ചോദിച്ചോ? ഇത് BJPക്കാരോട് മാത്രമാണോ നിങ്ങൾ ചോദിക്കുന്നത്? ഇത്തരം സാഹചര്യങ്ങൾ കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന നടപടികളുണ്ടാകും. ശ്രീ പ്രഫുൽകൃഷ്ണ, നിങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടല്ലോ ഹമാസ് എന്ന് പറയുന്ന ശ്രീ പ്രഫുൽകൃഷ്ണ, ഗോവിന്ദ മാഷ് പറഞ്ഞതും ശരിയായില്ല ആ സമയത്ത് എന്ന് തന്നെയാണ് നിലപാട്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. പക്ഷെ നിങ്ങൾ പറഞ്ഞതല്ല MP ഗോവിന്ദൻ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്ക് കൂട്ടിക്കെട്ടാൻ കഴിയില്ല. അദ്ദേഹം നടത്തിയത് അപക്വമായ വളരെ മുൻവിധിയോടുള്ള പ്രതികരണമാണ്. നിങ്ങളിപ്പോൾ പറയുന്നത് എന്താണ്? നിങ്ങൾ ഇപ്പോഴും പറയുന്നത് എന്താണ് ശ്രീ പ്രഫുൽകൃഷ്ണ? കളമശ്ശേരി സ്ഫോടനം എന്ന് ചോദിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ചർച്ച വരുമ്പോൾ ഉടനെ നിങ്ങൾ ഹമാസുമായി ബന്ധിപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത് രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെ നിലപാടാണോ എന്നാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അങ്ങനെ ഒരു നിലപാടുണ്ടോ? എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.